എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണിച്ചു വെച്ചത്? ഇവരെ രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാനായിട്ട് ഇതിനൊക്കെ കാരണക്കാരിയായല്ലോ. പ്രോമിസ്, നീയാണ് സത്യം. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തി തരും. ഓക്കെ അല്ലേ? എന്താ ഇത് റിയാലിറ്റി ഷോയാണോ അതോ ഹൊറർ ഷോയാണോ? എന്താ ഇവിടെ നടക്കുന്നത്? കാല് വെക്കുന്നിടത്തെല്ലാം ആപത്താണല്ലോ. നോക്കുന്നതെല്ലാം ഭയങ്കരം, കേൾക്കുന്നതെല്ലാം വിചിത്രം. എന്താണിത്? അതല്ല, ഇവിടെ ക്യാമറ എവിടെയുള്ളത്? ക്യാമറയുണ്ട്. ഇത് റിയാലിറ്റി ഷോയാണ് എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇതുവരെ ക്യാമറ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് റിയാലിറ്റി ഷോ അല്ലേ? ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതൊരു മായക്കൊട്ടാരം പോലെയുണ്ട്. ഇവിടെ ഉള്ളവരുടെ സംസാരത്തിനും ചെയ്യുന്ന പ്രവൃത്തികൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. എല്ലാം വിചിത്രമായിരിക്കുന്നല്ലോ. അയ്യോ മതി, ഇവിടെ നിന്നാൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്റെ ജീവൻ പോകുമെന്നാ തോന്നുന്നേ. ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേറെ വഴിയില്ല, അതാ നല്ലത്. വീണ, അജിത്, വീണ, വീണ. വീണ, വീണ, അജിത്, നിങ്ങളെന്താ ഇവിടെ കിടക്കുന്നേ? ഞാൻ എത്ര നേരമായിട്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെന്നറിയോ? എന്ത് പറ്റി വീണ മോളെ? മോളെ വീണ, എഴുന്നേക്ക്. ഇതെന്താ ബ്ലഡ്? വീണ എഴുന്നേക്ക് മോളെ. വീണ, 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 എന്ത് പറ്റിയ മോളെ നിനക്ക്? ആരാ നിന്നോട് ഈ ചതി ചെയ്തത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? അജിത്, അജിത്, എണീക്ക്, എഴുന്നേക്കടാ, കണ്ണോർക്ക്. എന്താ വീണ മോളെ ഇത്? ഇത് കാണാനാണ് ഞാൻ ഇത്രയും ദൂരം അന്വേഷിച്ച് പഠിക്ക് വന്നത്. ആരാ നിങ്ങളോട് ഇതൊക്കെ ചെയ്തത്? എന്തൊക്കെ കാണുന്നത്? വീണ, എന്റെ കയ്യില് രാഗി കെട്ടില്ല എന്ന് പറഞ്ഞ അന്ന് നിന്നില്ലേ നീ? പിന്നെ ഞാൻ നിന്റെ ഏട്ടനാണെന്ന് മനസ്സിലാക്കി ഏട്ടാന്ന് വിളിച്ച് പുറകെ നടന്ന് എത്ര തവണ എനിക്ക് രാഗി കെട്ടി തന്നു. ഇനി അടുത്ത തവണ ആരാണ് മോളെ ഏട്ടന്റെ കയ്യിൽ രാഗി കെട്ടിത്തരാ?
ഇല്ല ഇല്ല ഇല്ല, നിന്നോട് ഈ ചതി ചെയ്തവർ ആരായാലും അവരുടെ എല്ലാം മരണം കാണുന്നത് വരെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇല്ല മോളെ വീണ, നിങ്ങൾക്ക് ഈ ഗതി വരുത്തിയവരോട് പകരം ചോദിക്കാതെ ഞാൻ വീടില്ല മോളെ. അതുവരെ ഇക്കാര്യം ഞാൻ വീട്ടിൽ ആരോടും പറയില്ല. എനിക്ക് പറയാൻ കഴിയേയില്ല മോളെ. വീണ, വീണ, എന്താണ് ദിഗ്വിജയ നിന്ന് കളഞ്ഞത്? എന്തു പറ്റി? നടക്ക്, വീട്ടിലേക്ക് പോകാം. എന്നെ ഒറ്റയ്ക്ക് വിട്, ഞാൻ എവിടേക്കും വരുന്നില്ല. അപ്പോൾ നീ ഇവിടെ നിൽക്കാൻ പോവാണോ? അതിന് മാത്രം എന്താണ് ഉണ്ടായത്? ഞാനൊരു കൊല ചെയ്തു. എന്റെ സ്വന്തം കൈകൊണ്ട് എന്റെ മകളെ ഞാൻ കൊന്നുകളഞ്ഞു. ഒരച്ഛൻ എന്നാൽ മക്കളുടെ ജന്മത്തിന് കാരണക്കാരനാണ്. പക്ഷേ ഞാൻ എന്റെ മകളെ കൊന്നു ഇപ്പൊ ഒരു കൊലയാളിയായിരിക്കുക. ഈ കൈകളിൽ കിടന്നാണ് എന്റെ മകൾ വളർന്നത്. ഈ കൈ കൊണ്ട് പിടിച്ച് അവളെ നടത്തിയത്. അവസാനം ഈ കൈ കൊണ്ട് തന്നെ ഞാൻ അവളെ കൊന്നു. കൊന്നു കളഞ്ഞതിന് ശേഷം കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം ദിഗ്വിജയ? കൊന്നു കഴിഞ്ഞല്ലോ. ആ, കൊന്നു കഴിച്ചു, കൊന്നു കളഞ്ഞു ഞാൻ. എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് തോന്നുന്നു. മനസ്സ് വല്ലാതെ പെടയാണ്. എന്റെ ഈ കൈ പിടിച്ചാണ് എന്റെ മകള് പിച്ച് വെച്ച് നടക്കാൻ പഠിച്ചത്. അവൾ ആദ്യ വാക്കുകൾ ഉരുവിട്ടപ്പോ അച്ഛ എന്നെ വിളിച്ചത് പോലും ഞാൻ ഓർക്കുന്നു. അച്ഛൻ വരാതെ ഊണ് പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച മകളെയാണ് ഞാനിന്ന് കൊന്നുകളഞ്ഞത്. ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. അവളെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ദിഗ്വിജയ. നീ ഇപ്പൊ അവളെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ആ ഗരുഡ പക്ഷി നമ്മളെ എല്ലാവരെയും കൊത്തി കൊത്തി കൊല്ലുമായിരുന്നു. നമ്മുടെ ആവശ്യം അവന്റെ മനസ്സിന്റെ ദിശ തെറ്റിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് നിനക്ക് നിന്റെ മകളെ നിന്റെ കൈകൊണ്ട് തന്നെ കൊല്ലേണ്ടി വന്നത്. ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല ദിഗ്വിജയ. ലക്ഷ്യപ്രാപ്തി കൈവരിക്കണമെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാവാൻ പാടില്ല. സ്വന്തക്കാർ, ബന്ധുക്കൾ, വീട്, നാട് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തലയിടാനേ പാടില്ല. ജാഗ്രത ദിഗ്വിജയ. നിന്റെ കരച്ചിലും കണ്ണുനീരും സങ്കടവുമെല്ലാം നിന്റെ വീട്ടുകാരിൽ സംശയം ജനിപ്പിക്കും. നിന്റെ മകളുടെ മരണത്തിന് നീയാണ് കാരണക്കാരനെന്ന് അവർ മനസ്സിലാക്കും. സത്യം മനസ്സിലാക്കിയവരെല്ലാം ഇങ്ങനെ കൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ ദിവസവും ഓരോരുത്തരെ വെച്ച് നിനക്ക് കൊല്ലേണ്ടി വരും. കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഭരിക്കാൻ കഴിയില്ല. മുഴുവൻ ജന്മവും ജീവിച്ചു മരിക്കേണ്ടി വരും. ജന്മം മുഴുവൻ നശിച്ച് ജീവിച്ചു മരിക്കണം, അത്രമാത്രം. നിന്റെ ലക്ഷ്യം എന്താണ്, നിന്റെ കർത്തവ്യം എന്താണ്, അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കൂ ദിഗ്വിജയ. സിദ്ധി കൊണ്ട് നേടാനുള്ള സ്വപ്നങ്ങൾക്കും ബുദ്ധി കൊണ്ട് നേടാനുള്ള സ്വപ്നങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഇങ്ങനെ കരഞ്ഞ് നിന്റെ സ്വപ്നങ്ങളെ കൊല്ലുകയാണോ അതോ ബുദ്ധി ഉപയോഗിച്ച് സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കണോ എന്ന് ആലോചിക്കുക. ഇല്ല, ഒരു ദുർബല ചിന്തകൾക്കും ഇനി ഞാൻ അടിമപ്പെടാൻ പോകുന്നില്ല. ഇനി എനിക്കെതിരായിട്ട് ആര് തന്നെ വന്നാലും അവർക്ക് എന്റെ മകളുടെ അതേ ഗതിയായിരിക്കും. ഇതെന്റെ പുനർജന്മമാണ്. ഈ പുനർജന്മത്തിന് കാരണക്കാരായി നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ
ഞാൻ നിങ്ങൾക്ക് ആ നാഗമാണിക്യം നൽകണം. അതുപോലെ കൃഷ്ണയെ എന്റെ മകനുമായി ഒന്നിപ്പിക്കണം. ഇനി ഇതൊക്കെയാണ് എന്റെ ലക്ഷ്യം. സമ്മതിച്ചിരിക്കുന്നു ദിഗ്വിജയ. വാക്ക് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഇനി വാക്കു തെറ്റിച്ചാൽ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കും, ഓർത്തോ? ആദ്യം ആ നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആര് ആർക്ക് പാഠം പഠിപ്പിക്കുമെന്ന്. ആരാണ് എന്റെ വീണയെ കൊന്നത്? ശിബാനിയുടെ മരണത്തിന് കാരണക്കാരായവര് അവര് തന്നെയായിരിക്കോ? ഇല്ല, വിടില്ല. ഒരുത്തനെ പോലും ഞാൻ ജീവനോടെ വിടില്ല. ഇനി അവരുടെ ജീവൻ എടുക്കുന്നത് മാത്രമാണ് എന്റെ ഏക ലക്ഷ്യം. ഇല്ല വീണ, നീ ഒട്ടും വിഷമിക്കണ്ട. അവരെല്ലാവരും കൊന്നാൽ മാത്രമേ നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. അവരാരെയും ഞാൻ വെറുതെ വിടില്ല. ഏത് നാശം പിടിച്ച സമയത്താണോ അവരെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്? അന്യായമായിട്ട് ഞാൻ കാരണം 2 ജീവൻ നഷ്ടപ്പെട്ടല്ലോ. ഈ വേദന ജീവിതകാലം മുഴുവൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. എന്താ ചെയ്യപ്പോ? എന്തെങ്കിലും ഇപ്പൊ ചെയ്തേ പറ്റൂ. ഈ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരുടെ മനസ്സിനെ കുത്തി നോവിക്കുന്നതിന് തുല്യായിരിക്കും. വേണ്ട, അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. പക്ഷേ വീണമോളുടെയും അജിത്തിന്റെയും ആത്മാവിന് ശാന്തി ലഭിക്കണം. സീറോ, മതി. ഈ ഒളിച്ചു കളിയല്ല, എനിക്ക് മതിയായി. എന്റെ സംശയത്തിന് എനിക്ക് കൃത്യമായ മറുപടി വേണം. നോക്ക്, എനിക്കിപ്പോ നല്ല സുഖമില്ല. എന്താണെങ്കിലും നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നീട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ജീവനോടെ ബാക്കി ഉണ്ടായാലല്ലേ? ഇതെല്ലാം സത്യമായിട്ടും റിയാലിറ്റി ഷോ തന്നെയാണോ? അതെ. എനിക്ക് പക്ഷെ എന്തോ അങ്ങനെ തോന്നുന്നില്ല. ആരാ ഈ ശിവാനി? ആ കഥ എന്താന്ന് പറ. ഇത് വേറെ ആരുടെയും കഥയല്ല, എന്റെ തന്നെ കഥയാ. എന്റെ ജീവിതം. ശിവാനി വേറെ ആരുമല്ല, അവൾ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ സ്നേഹമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാനാവില്ല. ഞാനെന്ന് വെച്ച അവൾക്ക് പ്രാണനായിരുന്നു. അവൾ എനിക്കെന്റെ ആത്മാവായിരുന്നു. എന്നാൽ ഏതൊക്കെ പാപികള് അവളുടെ ജീവൻ എടുത്തിട്ട് എന്റെ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നീയാണെങ്കിൽ കാണാൻ ശരിക്കും അവളെ പോലെ തന്നെ. അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? അന്ന് നമ്മുടെ മേലെ വലിയ തീകോളങ്ങൾ വന്നില്ലേ? അതുപോലെ നമ്മളെ കൊല്ലാൻ നോക്കിയില്ലേ? എങ്ങനെയുള്ള സ്ഥലത്താ നീ എന്നെ കൊണ്ടുവന്നേക്കുന്നേ? നോക്ക്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എന്നെ വിശ്വസിക്കേ. നീ ഈ വീട്ടിലുള്ള കാലത്തോളം നിനക്ക് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം നിന്നെ. അതെന്റെ ഉത്തരവാദിത്വമാണ്. എന്നാലും എനിക്ക് നിന്റെ സഹായം ഇപ്പോ ആവശ്യമാണ്. പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഗുരുക്കളെ, എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ ഗുരുക്കളെ, സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ മൗനം പാലിച്ചെന്നാൽ എങ്ങനെയാ? അങ്ങയുടെ ഈ മൗനം എന്നെ ഭയപ്പെടുത്തുന്നു ഗുരുക്കളെ.
എന്താ ഉണ്ടായെന്നൊന്ന് പറയ് ഗുരുക്കളെ. ഗുരുക്കളെ പറയ്. എന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ആ നാഗമാണിക്യം എന്ന മോഹമാണിക്യം കൈക്കുമ്പിളിൽ നിന്ന് വഴുതിപ്പോയി നന്ദീശ. അവസാന നിമിഷം വന്നൊരു നാഗം നാഗമാണിക്യം അപഹരിച്ചു കൊണ്ടുപോയി. അല്ല ഗുരുക്കളെ, ശുക്രാചാര്യരുടെ ശാപം മൂലം നാഗറാണിക്കും നാഗമാണിക്യത്തിനും ആ ദിവസം ഒരു ശക്തി ഉണ്ടാവില്ലെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്? നാഗങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ ഏതോ ഒരു ഗരുഡ നാഗ സമന്വയ മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് നാഗമായി മാറി വന്നതാണ്. ആ നാഗത്തിന് നാഗശാപങ്ങൾ ഉണ്ടായിരുന്നില്ല, ഗരുഡന്റെ ശക്തിയാണ് ഉണ്ടായിരുന്നത്. കൺമുന്നിൽ നിന്ന് നാഗമാണിക്യം അപഹരിച്ചു കൊണ്ടുപോയത് ഗരുഡ രൂപിയായ നാഗമാണ്. ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധയായിരുന്നു അത്. എന്റെ ഈ ഒരു ജന്മത്തിന്റെ തപസ് മുഴുവൻ വിഫലമായി പോയല്ലോ. നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിയെങ്കിലേ ദിഗ്വിജയനെ തിരിച്ചു കൊണ്ടുവരാനാകൂ. വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമായിരുന്നു. അതിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അല്ല ഗുരുക്കളെ, ഇനി നാഗമാണിക്യം എവിടെ ഉണ്ടായിരുന്നത്? കനകദുർഗയ്ക്കടുത്തുള്ള ഗരുഡമലയുടെ മുകളിലുള്ള ഗുഹയിൽ. ഗുരുക്കളെ, ഇപ്പൊ നമ്മൾ പോയി ചുറ്റിൽ അന്വേഷിച്ച അവിടെ ഗരുഡരൂപി നാഗത്തെയും നാഗമാണിക്യത്തെയും കിട്ടാൻ വല്ല സാധ്യമല്ല. ഈ സമയത്തിനുള്ളിൽ അത് നാഗറാണിയുടെ കൈക്കലെത്തിയെന്ന് സംശയിക്കണം. നാഗമാണിക്യം നാഗറാണിയുടെ കയ്യിലെത്തിയെന്നാണോ? അത് തന്നെയാണ് എന്റെയും സംശയം. സ്പഷ്ടമാവണമെങ്കിൽ ജ്വാലമാലിനി കനിഞ്ഞേ പറ്റൂ. അത് സത്യമായാൽ നാഗമാണിക്യം നാഗറാണിയുടെ കൈക്കലായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മരണം സംഭവിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ് നന്ദീശ. മോളെ, നീ എന്തൊക്കെ പറയുന്നേ? വാട്ട് ഈസ് ദിസ്? ഇത് റിയാലിറ്റി ഷോ അല്ലേ? ആ മാവ, ഇത് റിയാലിറ്റി ഷോ ഒന്നും അല്ല, ഒരു തരത്തിലൊരു നാടകമാ ഇത്. ഇവിടെ വന്ന് എന്തിനാ പെട്ടുപോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ഇത് റിയാലിറ്റി ഷോ അല്ലായിരുന്നോ? ഇവരൊക്കെ എന്തിനിങ്ങനെ നാടകം കളിക്കുന്നേ? നമ്മളൊക്കെ കോമാളികളാണെന്ന് അവര് വിചാരിച്ചിരിക്കുന്നേ. അവര് നമ്മളെ നോക്കി ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിയോ മനുഷ്യ? എന്റെ അമ്മായി, ജീവൻ ബാക്കി കിട്ടിയാലേ ഭിക്ഷ എടുത്തെങ്കിലും നമുക്ക് ജീവിക്കാം. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ പുല്ല് തിന്നെങ്കിലും നമുക്ക് ജീവിക്കാം. എന്തിനൊക്കെയാണെങ്കിലും വേണ്ടത് ജീവനാണ്. അതുണ്ടായ മാത്രം മതി. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? എടുക്കാനുള്ളതെല്ലാം വാരി കെട്ടിയിട്ട് കണ്ണും പൂട്ടി PT ഉഷ മനസ്സിൽ വിചാരിച്ച ഒരു ഒറ്റ ഓട്ടം അങ്ങ് തുടങ്ങണം. പിന്നെ ഡെസ്റ്റിനേഷൻ എത്താതെ കണ്ണ് തുറക്കുകയും വേണ്ട, എവിടെ നിൽക്കുകയും വേണ്ട. എത്ര ദൂരം നമുക്ക് ഓടി പോവാൻ പറ്റുമോ അത്രയും മരണത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അത്യാപത്താ. ശൈലു, ഈ സ്വത്ത് സമ്പാദ്യം ഒക്കെ നിന്റെ പേരിൽ എഴുതി തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? നമ്മൾ ഇവിടുന്ന് പോയാ നമുക്ക് ഇതൊക്കെ കിട്ടുവോ? പറ. അമ്മായി, ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഈ സ്വത്തും കീർത്തിയൊക്കെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ജീവൻ പോയിട്ട് സ്വത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ കാര്യം? നോക്ക്, ബുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് എത്ര സ്വത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഉള്ളത് ഒരേ ഒരു ജീവിതം. ജിന്ദഗി നാ മിലേഗി ദുബാര. മനസ്സിലായോ? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോണം. വീശുന്ന വാളിൽ നിന്നും രക്ഷപ്പെട്ടാലേ 1000 വർഷം ആയുസുണ്ടാവുന്ന അത്രേ. അല്ല മോളെ, നമ്മൾ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞാ ഈ രാക്ഷസന്മാര് നമ്മൾ ഇവിടുന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? വിടില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാനോ? എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ.